ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപാട് അപേക്ഷകളൊക്കെ അയച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനിയിപ്പോൾ ജനുവരി 31 അവസാനിക്കുന്ന ഒരുപാട് പോസ്റ്റുകളുണ്ട്. LP UP ഈ 31, അതേപോലെ തന്നെ SI, പഞ്ചായത്ത് സെക്രട്ടറി, OA, CPO, വിമൻ CPO, ഇതെല്ലാം 31 അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതിയാണ്. സോ എല്ലാവരും അപേക്ഷകളെല്ലാം അയക്കും. എന്നിട്ട് ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്താണ് പലരും എന്ത് ചെയ്യുന്നത്, എനിക്ക് ഹാൾ ടിക്കറ്റ് വന്നില്ല എന്നുള്ള മെസ്സേജ് ചെയ്യാറുള്ളത്. സോ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2020 LP UP പരീക്ഷ നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 400ഓളം പേർക്ക് ഹാൾ ടിക്കറ്റ് വരാതിരിക്കുകയും അവർക്കൊന്നും പരീക്ഷ എഴുതാൻ പറ്റാതെ വരികയും ചെയ്തു. ആ സമയത്ത് കുറേ പേര് കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും ഈ ഉദ്യോഗാർത്ഥികളുടെ കയ്യിലൊന്നും അപേക്ഷിച്ചതിന് യാതൊരു തെളിവും കയ്യിലില്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപേക്ഷിച്ചു എന്ന് പറയാനല്ലാതെ അപേക്ഷിച്ചത് തെളിയിക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞതുമില്ല. ഈ 400 പേർക്ക് ഇത്തരം ഒരു ഫോൾട്ട് സംഭവിച്ചത് പറഞ്ഞ സമയത്ത് അത് ചിലപ്പോൾ ടെക്നിക്കൽ എറർ ആവാം, അല്ലെങ്കിൽ സൈറ്റ് അപ്ഡേഷൻ ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാവാം എന്നൊക്കെ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ LGSO, LDCO, LP UPയോ, SIയോ, പഞ്ചായത്ത് സെക്രട്ടറിയോ, OAയോ, CPOയോ, വിമൻ CPO ഏതായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി മൈ അപ്ലിക്കേഷൻസ് എന്നത് ക്ലിക്ക് ചെയ്ത് 2023 നിങ്ങൾ അപേക്ഷിച്ച എല്ലാ അപേക്ഷയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ കാണാൻ പറ്റും. ആ അപേക്ഷയിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും സൈഡിൽ LP UP ആണെങ്കിൽ LPയുടെ സൈഡിൽ ഒരു പ്ലസ് ചിഹ്നം കാണാൻ പറ്റും, UPയുടെ സൈഡിൽ ഒരു പ്ലസ് ചിഹ്നം കാണാം, LDCയുടെ സൈഡിൽ ഒരു പ്ലസ് ചിഹ്നം, LGSന്റെ ഇങ്ങനെ സൈഡിൽ ഓരോ പ്ലസ് സിമ്പൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്ലസ് സിമ്പലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കോളം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. നിങ്ങളുടെ പേര്, നിങ്ങൾ പോസ്റ്റ് ഏതിനാണോ അപ്ലൈ ചെയ്തത്, ഏത് ഡേറ്റിനാണ് എന്നുള്ള എല്ലാ വിവരവും ഉണ്ടാവും. വലത്തെ കോർണറിൽ ഒരു PDF ഫയലിൻ്റെ ചിഹ്നവും കാണാൻ പറ്റും. ആ PDF ഫയലിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷയുടെ മുഴുവനായിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് ഓപ്പൺ ആവും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ആദ്യം കാണുന്ന ഈ കോളം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ളതിനുള്ള എവിഡൻസ് എന്ന് പറയുന്നത്. ഇനി നാളെ PSCയുടെ സൈറ്റ് ഹാക്ക് ആവുകയോ അല്ലെങ്കിൽ ഡാറ്റ മിസ്സിംഗ് ആവുകയോ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ളതിന് തെളിവ് നിങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് അയക്കാതിരുന്നു കഴിഞ്ഞാൽ അത് PSCയുടെ ഫോൾട്ട് മാത്രമായിരിക്കും. സോ നിങ്ങളുടെ ഭാഗം സേഫ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ LDC ആണെങ്കിലും ഏത് പോസ്റ്റ് ആണെങ്കിലും അപേക്ഷിച്ചവർ പഠനത്തിരക്കുകളിൽ അപേക്ഷ സബ്മിറ്റ് ആയോ ഇല്ലയോ എന്ന് പോലും ചെക്ക് ചെയ്യാതെ പഠിക്കുന്നവരുണ്ടാവും. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ സാധാരണ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന പോലെ ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അടുത്ത മാസം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ ഡിലീറ്റ് അടിക്കരുത്. കാരണം നിങ്ങളുടെ എവിഡൻസ് നിങ്ങളെ അടുത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് എനിക്ക് വന്നില്ല എന്ന് പറയാനുള്ള ഒരിട വരുത്തരുത്. താങ്ക് യു.